ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യാത്രാവിവരണമാണ് കേട്ടോ. യാത്രയെന്ന് വെച്ചാൽ അങ്ങനെ അത്ര വലിയ യാത്രയൊന്നുമല്ല. തിരുവനന്തപുരത്ത് നിന്ന് നേരെ തലശ്ശേരിയിലേക്ക് പോകുന്നൊരു യാത്ര. നിങ്ങളൊക്കെ ട്രെയിൻ ടിക്കറ്റ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്താണോ പോകുന്നത്? പെട്ടെന്നുള്ള യാത്ര ആണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കിട്ടില്ല. ലോക്കലിൽ കയറിയൊക്കെ അല്ലെങ്കിൽ കണ്ണൂർ വരെയോ എറണാകുളം വരെയോ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ഞാൻ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി. ഭയങ്കര ബുദ്ധിമുട്ടാണ് സീറ്റ് കിട്ടാൻ. ഒരു മാസം നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ണൂർ പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ തലശ്ശേരി പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് പോകേണ്ടി വരുന്നു. പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ജനറൽ കയറി ഇരുന്നിട്ട് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് പോകേണ്ടി വരും. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കണ്ണൂർ ആശ്രമിസിലാണ് മോളെ കാണിക്കുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് രാത്രിയിലൊക്കെ വണ്ടിയിൽ, അതായത് ട്രിവാൻഡ്രം എക്സ്പ്രസ്സിലൊക്കെ ഹിന്ദിക്കാരാണ് DTR. കയറുമ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മളെ ഇറക്കി വിടും. ഞങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവർക്കൊരു മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ്. ലോക്കലിൽ കയറി ഇരുന്നിട്ട് ഇരുന്ന നേരം വിളിപ്പിച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ മുൻകൂട്ടിയാണ്, നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തേഞ്ഞൊട്ടി പോകത്തേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ കൊല്ലത്തിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ഒരു സംഭവമാണല്ലേ. എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ കൊല്ലത്തുള്ളത്. പോകുന്ന വഴിക്കെല്ലാം കായലും കടലും പച്ചപ്പും വയലും തോടും. എന്താ ഭംഗിയെന്നറിയാമോ. എനിക്ക് എല്ലാ യാത്രകളും ഞാൻ ആസ്വദിക്കാറുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന്, ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത സിറ്റി കടയ്ക്കലാണ്, അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറിയ സൈഡ് സീറ്റിൽ ഇരിക്കാനും സ്ഥിരം കാണുന്ന കാഴ്ചയാണെങ്കിൽ കൂടിയും ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. സൈഡ് സീറ്റ് കിട്ടില്ല, എനിക്ക് ഭയങ്കര വിഷമവും. ഞാൻ എത്തിയാലും ഞങ്ങൾക്ക് റോഡിലോട്ട് നോക്കിയിരിക്കും, ഇല്ലെങ്കിൽ പെട്ടിപ്പുറത്ത് കയറിയിരിക്കും. അതെൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകളാണ് എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കോ? എത്ര യാത്ര പോയാലും എനിക്ക് മടിക്കില്ല. പക്ഷെ നമ്മളെ കൊണ്ടുപോകാൻ ആരുമില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, യാത്രാ സഹായിയുടെ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊപ്പമൊക്കെ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു യാത്ര ചെയ്തു. രണ്ടാമത്തെ യാത്ര പോകാൻ തുടങ്ങിയപ്പോൾ ഫ്ലോപ്പായിപ്പോയി, പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ മണിക്കുട്ടനെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയുകയാണ്, യാത്രാ സഹായി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ യാത്ര ചെയ്താൽ നല്ല അനുഭവമാണ്. നമുക്ക് സുരക്ഷിതത്വമാണ്. നമ്മളെ കൂടപ്പറപ്പിനെ പോലുള്ള പിള്ളേരാണേ. അങ്ങനെ ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്തു. പിന്നെ അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഗവിയിലൊക്കെ പോയി. വളരെ മനോഹരമായ സ്ഥലമാണ് ഗവി കേട്ടോ. കാട്ടിനകത്തൂടെ ഏകദേശം 60-68 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണം ഗവിയിൽ. ആനയൊക്കെ കാണാം, എല്ലാം കാണാം. പക്ഷേ നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ അനുവാദമില്ല. അങ്ങനെ ഞങ്ങൾ തലശ്ശേരിയിലെത്തി കേട്ടോ. പിറ്റേന്ന് കാണുന്ന കാഴ്ചയാണിത്. ഞങ്ങൾ തലശ്ശേരിയിൽ ചെന്ന് ലഞ്ച് ഹൗസ് എന്ന് പറയുന്നത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണേ. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ, അവിടെയാണെങ്കിൽ പുതുതായിട്ട് തുടങ്ങിയ കടയാണ്. പക്ഷേ അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അവിടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അത്രയും ടേസ്റ്റായിട്ട്. പിന്നെ മീൻ, അതായത് കൂടുതലും സീ ഫുഡ് ഐറ്റങ്ങൾ തന്നെ ഒരുപാടുണ്ട്. എനിക്ക് കണ്ണൂർ തലശ്ശേരിയിലൊക്കെ പോയാൽ കൂടുതൽ ആൾക്കാരും നോൺ വെജ് അല്ലേ കഴിക്കണം. എനിക്ക് പറ്റത്തില്ല കേട്ടോ നോൺ വെജ്. എനിക്ക് കൂടുതലും ചോറും അങ്ങനെയുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. എന്ത് കഴിച്ചിട്ട് വയറ് നിറയത്തുമില്ല, ശരീരത്തിനൊരു വിറയലുമൊക്കെയാണ്. ഇവിടെയാണെങ്കിൽ ചോറും ഉണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട് നമുക്ക് ചോറിനൂടെ കഴിക്കാൻ. നമ്മുടെ തിരുവനന്തപുരം സദ്യ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ വെറൈറ്റി മീനിൻ്റെ ഫ്രൈകളും റെസിപ്പികളും ഒത്തിരി ഉണ്ട്. എനിക്കാണെങ്കിൽ അത് എടുത്തിട്ടും തീരണില്ലായിരുന്നു. അത്രയും വെറൈറ്റിയായ ഫുഡാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കിഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അവരോട് പറഞ്ഞാൽ അവരെടുത്ത് തരും. വലിയ ക്യാഷും ആയിട്ടില്ല. ഞാനും മോളും കൂടെ അത്രയും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ പൈസയൊന്നും ആയില്ല. മാത്രമല്ല നല്ല രുചിയുണ്ട്. എത്ര കഴിച്ചാലും നമുക്ക് മടുക്കത്തുമില്ല. പിന്നെ അവർ തരുന്നതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡാണ് ഫുഡ് കേട്ടോ. ഞാൻ നോമ്പ് സമയത്തായിരുന്നു, ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം, ഞാൻ നോമ്പ് സമയത്തായിരുന്നു പോയിരുന്നത്. നോമ്പ് സമയത്തായതുകൊണ്ട് തന്നെ അവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. അല്ലാത്ത സമയത്ത് പോയാൽ നമ്മൾ ക്യൂ നിൽക്കണം, ടോക്കണൊക്കെ തരും, നമ്മൾ കാത്ത് നിൽക്കണം. അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ ദേവൂട്ടി ഇരുന്നു. ഞാൻ ആ ലഞ്ച് ഹൗസിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ പോയി എടുത്തതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് അവിടെ പോയി ഫുഡ് കഴിക്കുന്നത്. ഊണിന് 60 രൂപയെന്നൊക്കെ ഇരിക്കണം. സത്യമാണ് കേട്ടോ, വളരെ വില കുറവാണ്. പിന്നെ നമ്മൾ സ്പെഷ്യൽ വാങ്ങിച്ചാലേ നമുക്ക് പൈസ ആവത്തുള്ളൂ. അങ്ങനെ ദേവൂട്ടി ഫുഡിൻ്റെ മുന്നിൽ ഇരിക്കുവാണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കടയിലേക്ക് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നോമ്പായതുകൊണ്ടാണ്.
പൊതുവേ അവിടെ നല്ല തിരക്കാണ്. അതിനിടയ്ക്ക് ഒരു അമ്മുമ്മ വന്നിട്ടോ, ഒരു നോമ്പായതുകൊണ്ടാകാം എവിടെയും ചെന്നിട്ട് ഫുഡ് കിട്ടി കാണില്ല. അവർ വന്നിട്ട് മക്കളെ എനിക്ക് ഇച്ചിരി ഫുഡ് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴവിടെ നിൽക്കുന്ന ജോലിക്കാർക്ക് ഫുഡ് കൊടുക്കാനൊരു പേടി. അപ്പോഴതിൻ്റെ മാനേജറോ ഓണറോ ആണോ എന്നറിയത്തില്ല. പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു അവർക്ക് വയറ് നിറച്ച് ഫുഡ് കൊടുക്കാൻ പറഞ്ഞു. അവർ വേണ്ട ഫുഡ് കഴിക്കണം. എനിക്കത് കണ്ടപ്പോൾ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത് കേട്ടോ. ഒരു നേരത്തെ ആഹാരം എത്രയോ നമ്മൾ പാഴിക്കളയുന്നു. ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതിൻ്റെ ഓണറോടോ അല്ലെങ്കിൽ മാനേജറോടോ എനിക്ക് ബഹുമാനവും തോന്നി. അവർക്ക് എല്ലാ ഐറ്റങ്ങളും കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് അവർക്ക് അവർ നല്ലതുപോലെ കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ പച്ചടിയാണ് ഏറ്റവും മികച്ചത്. ദേവുട്ടി തൻ്റെ അവിടെ നിന്ന് ഇൻട്രോയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദേവുട്ടിയുടെ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ. അവളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ എന്താ പറയുക ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാനൽ തുടങ്ങുന്നതും ഇങ്ങനെ പറയുന്നതും ഒക്കെ. അപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പിറ്റേന്ന് രാവിലെ വീട്ടിൽ വന്നു കേട്ടോ. ദേവുട്ടി റാമ്പാക്ക് നടത്തുകയാണ്. ദേവുട്ടി എന്ന് എൻ്റെ പൊന്നല്ലേ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു കേട്ടോ. 3 ദിവസമായിരുന്നു. ഇപ്പം ഇന്ന് പോയെങ്കിൽ ഇന്ന് നൈറ്റ് എത്തി, നാളെ ഫുള്ളും അവിടെ, നാളെ വൈകിട്ട് കയറി പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോ